കൊച്ചിയിലമ്മ പുഴയിലെറിഞ്ഞു കൊന്ന 3 വയസ്സുകാരി പീഡനത്തിനിരയായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവരികയാണ്. കുട്ടിയുടെ ബന്ധുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സ്നേഹമോൾ നൈനാനാണ് വിവരങ്ങൾ അയച്ചത്. സ്നേഹ, 3 വയസ്സുകാരിയായ കുഞ്ഞാണ്. മരണത്തിന് പിന്നാലെ ആ മരണം തന്നെ താങ്ങാൻ ഉറ്റവർക്കും നാട്ടുകാർക്കും നമുക്ക് ആർക്കും കഴിയാത്ത സ്ഥിതിയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വിവരം വരുന്നത് പീഡനത്തിനിരയായി എന്ന്. എന്തൊക്കെ വിവരങ്ങളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഡോക്ടർമാരുമായി സംസാരിക്കുമ്പോൾ പ്രതീക്ഷ നമ്മുടെ എല്ലാവരുടെയും മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവാങ്കുളത്ത് നടന്നത്. സ്വന്തം കുഞ്ഞിനെ ഒരമ്മ പുഴയിലെറിഞ്ഞു കൊന്ന അതിദാരുണമായ സംഭവം. ആദ്യഘട്ടത്തിൽ കുട്ടിയെ കാണാതായി എന്നാണ് വിചാരിച്ചത്. അതിനുശേഷം അല്പസമയം കഴിഞ്ഞ കുട്ടിയുടെ മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു. ഇപ്പോൾ ആ സംഭവത്തിലാണ് നിർണായകമായ ഒരു വഴിത്തിരിവ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വഴിത്തിരിവിന് കാരണമായത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമികമായ കണ്ടെത്തലുകളാണ്. കുട്ടിയുടെ ശരീരത്ത് കുറച്ച് പാടുകൾ കണ്ടെത്തിയിരുന്നു. ഇത് തന്നെയാണ് ഒരു കുട്ടി പീഡനത്തിനിരയായേക്കാം എന്നൊരു സംശയം ഡോക്ടർമാർ പോലീസിനോട് ഉന്നയിച്ചത്. തുടർന്നാണ് പോലീസ് ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ വിളിച്ച് ചോദ്യം ചെയ്തത്. ഇതേ തുടർന്നാണ് നിലവിൽ പുത്തൻകുരിശ് പോലീസിന്റെ കസ്റ്റഡിയിൽ കുട്ടിയുടെ അടുത്ത ബന്ധു ഉള്ളത്. മാത്രമല്ല, ഈ പുത്തൻകുരിശ് പോലീസ് അടുത്ത ദിവസം ഈ കുട്ടിയുടെ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് നിലവിൽ സാധിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് നിലവിൽ വഴിത്തിരിവായിരിക്കുന്നത്. കുട്ടിയുടെ ശരീരത്ത് നിരവധി പാടുകൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ കുട്ടിയുടെ അമ്മയെ ചോദ്യം ചെയ്യുന്നത് മാത്രമാണ് എന്താണ് യഥാർത്ഥ കാരണം, ഈ കുട്ടിയെ കൊലപ്പെടുത്താനുണ്ടായ യഥാർത്ഥ കാരണം, മാത്രമല്ല ഈ ബന്ധുവിന്റെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാവുകയുള്ളൂ. ഭർത്താവിന്റെ വീട്ടുകാരെ ദുഃഖത്തിലാഴ്ത്താൻ വേണ്ടി, അവർ എക്കാലവും വിഷമിക്കാൻ വേണ്ടി താൻ ചെയ്ത സംഭവം താൻ അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കൃത്യം ചെയ്തത് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അമ്മയെ സംഘം പോലീസിന് നൽകിയ മൊഴി. പക്ഷേ കുട്ടിയുടെ അമ്മയും കൂടി വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമേ എന്താണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ ഉള്ള യഥാർത്ഥ കാരണം വ്യക്തമാവുകയുള്ളൂ. ഈ ഭർത്താവിന്റെ കുടുംബത്തിനെതിരായ പക അല്ലെങ്കിൽ അവർ വിഷമിക്കണം എന്ന ചിന്തയാണ് തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുമ്പോൾ സന്ധിക്കെതിരെ കൊലക്കുറ്റം ചുമത്തുകയൊക്കെ ചെയ്തതാണല്ലോ. ഈ ബന്ധുവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നുണ്ട്? ഈ ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. സ്വാഭാവികമായും പോലീസിന്റെ നടപടികൾ ആ നിലയിലായിരിക്കുമല്ലോ. ഇയാളെക്കുറിച്ചുള്ള എന്തൊക്കെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ? രവീഷ്, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് കുട്ടിയുടെ അടുത്ത ബന്ധു എന്ന് പറയുമ്പോൾ കുട്ടിയുടെ അച്ഛന്റെ കുടുംബത്തിലുള്ള ഒരാൾ, അത്രയും അടുത്ത ഒരു ബന്ധു തന്നെയാണ് ഇത്തരത്തിൽ ഒരു കൃത്യം കുട്ടിയോട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ എത്ര നാൾ ഈ കുട്ടി ഉപദ്രവിച്ചു എന്ന കാര്യമൊക്കെ കൂടുതൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാത്രമേ പുറത്താവുകയുള്ളൂ. അങ്ങേയറ്റം മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം. അമ്മയാണ് പ്രതി എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. അമ്മ തന്നെയാണ് എന്ന് കുറ്റം സമ്മതിച്ചിരുന്നു. പക്ഷേ ഇനി ഈ അടുത്ത ബന്ധുവിന്റെ പങ്ക് അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ഈ ബന്ധുവിനെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയെയും ചോദ്യം ചെയ്യുന്നത് മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അത് ഈ ബന്ധുവിന്റെ കാര്യത്തിൽ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എങ്കിലും അങ്ങനെ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല അല്ലേ? പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ വളരെ ഗൗരവതരമാണ്. ആരെയും ഞെട്ടിക്കുന്നതാണ്. 3 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞാണ്. ആ കൊലപാതക കേസിലെ അന്വേഷണമാണ് ഇങ്ങനെ ഒരു പീഡനം എന്നത് ശാസ്ത്രീയമായി ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത്. ഈ ബന്ധുവിനെ കസ്റ്റഡിയെടുത്തതിന് ശേഷം പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ ഉള്ളടക്കം എന്താണ്? ആദ്യഘട്ടത്തിൽ തന്നെ ഡോക്ടർമാർ ചില സംശയങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയുടെ ശരീരത്തിലെ പാടുകൾ അതുതന്നെയാണ് ഏറ്റവും നിർണായകമായത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ ഒരു കുട്ടി, ആ കുട്ടിയുടെ ശരീരത്ത് എങ്ങനെയാണ് ഇത്രമാത്രം പാടുകൾ വരുന്നത് എന്ന് തന്നെയായിരുന്നു ഒരു സംശയം. അത് തന്നെയാണ് ഈ കേസിലും നിർണായകമായിരിക്കുന്നത്. ആ സംശയം തന്നെയായിരുന്നു ഈ ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞിരുന്നത്. ഇതേ തുടർന്നായിരുന്നു ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്തതിൽ നിന്ന് കുട്ടിയുടെ അടുത്ത ബന്ധു തന്നെ കുട്ടിയെ പീഡനത്തിനിരയാക്കി എന്നൊരു നിർണായക വിവരം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടിയുടെ ബന്ധു തന്നെ കുറ്റം സംബന്ധിച്ചിരിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ നിരന്തരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു, കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഉപദ്രവം എന്ന നിലയിൽ നേരത്തെ തന്നെ അവിടെ നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വന്നതാണ്.
ഈ ഭർത്തൃ വീടുമായി വലിയ ബന്ധമില്ല എന്നൊക്കെ ഉള്ള വിവരങ്ങളാണ്. അക്കാര്യത്തിലാണ് നേരത്തെ വലിയ ഫോക്കസ് വന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഭർത്തൃ വീട്ടിലും അത്ര നല്ല അനുഭവമല്ല ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്നത്. അവിടെ കുഞ്ഞിനും വളരെ മോശം അനുഭവം നേരിടേണ്ടി വന്നു എന്നതാണോ? അവിടെയുള്ള ആളുകളുമായി നേരത്തെ സ്നേഹം സംസാരിച്ചിരുന്നല്ലോ. ഈ 3 വയസ്സിനിടയിൽ ഈ കുഞ്ഞ് എവിടെയൊക്കെ താമസിച്ചു, ഈ ഭർത്തൃ വീട്ടിൽ എത്ര കാലം ഉണ്ടായിരുന്നു, ഈ ബന്ധുവുമായിട്ടുള്ള അടുപ്പവുമായി ബന്ധപ്പെട്ട് അത്തരം വിവരങ്ങൾ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ടോ? ഇങ്ങനൊരു വാർത്ത വന്നതിന് പിന്നാലെ, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ വന്നതിന് പിന്നാലെ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? കുട്ടിയെ നിരന്തരം അമ്മ ഉപദ്രവിക്കുന്നതായി കഴിഞ്ഞ ദിവസം കുട്ടിയുടെ അച്ഛൻ തന്നെ സമ്മതിച്ചിരുന്നു. മുൻപും കുട്ടിയെ തന്നെ ഉപദ്രവിച്ചെന്ന് കുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കൾ നാട്ടുകാരടക്കം സമ്മതിച്ച കാര്യമാണ്. ഇതേ തുടർന്ന് അതായത് ഈ സന്ധ്യ നൽകിയ മൊഴി അനുസരിച്ച് ഭർത്താവിന്റെ കുടുംബത്തിലുള്ളത് ഈ ഭർത്തൃ വീട്ടുകാരെ തനിക്ക് വിഷമിപ്പിക്കണം, അവരെ കാലത്തും സങ്കടത്തിലാഴ്ത്തണം, അതുകൊണ്ട് തന്നെയാണ് സ്വന്തം കുഞ്ഞിനെ ഇത്തരത്തിൽ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്നാണ് ഈ കുഞ്ഞിന്റെ അമ്മയായ സന്ധ്യ പറഞ്ഞത്. ഏതായാലും കഴിഞ്ഞ ദിവസമായിരുന്നു നമ്മൾ കണ്ട നമ്മുടെ മനസ്സാക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം, ഒരു കുഞ്ഞിനെ ഒരു അമ്മ തന്നെ കൊലപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ സംഭവത്തിൽ ഇനി എന്തൊക്കെ കാര്യങ്ങൾ തെളിയാനിരിക്കുന്നു, അടുത്ത നിമിഷം എന്തൊക്കെയാണ് സംഭവിക്കുക, അല്ലെങ്കിൽ ഈ കേസിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വഴിത്തിരിവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഇനി കുഞ്ഞിന്റെ അമ്മയുടെ അടക്കം കൂടി ഏറ്റവും നിർണായകമായ ഒരു സമയം കൂടിയാണ്. ഏതായാലും കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതാണ് തന്നെ. ഏതായാലും സ്വന്തം കുഞ്ഞിനെ ഒരമ്മ അത്തരത്തിൽ കൊലപ്പെടുത്താൻ എങ്ങനെ തയ്യാറായി എന്നുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഏതായാലും നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ് സന്ധ്യയുള്ളത്. നാളെ അടുത്ത ദിവസം ഉടൻ തന്നെ ഈ ബന്ധുവിനൊപ്പം തന്നെ ഈ കുട്ടിയുടെ അമ്മയും ഈ പുത്തൻകുരിശ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. നിലവിൽ കുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധു, അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടിയുടെ അച്ഛന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബന്ധു, അയാൾ തന്നെയാണ് കുട്ടിയെ ഇപ്പോഴത്തെ പീഡനത്തിനിരയാക്കിയത് എന്നൊരു നിർണായകമായ വിവരമാണ് പുറത്തുവരുന്നത്. ഏതൊക്കെ തരത്തിൽ കുട്ടിയെ ഉപദ്രവിച്ചിരുന്നു, ആർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യമൊക്കെ തന്നെയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കൂടുതൽ ചോദ്യം ചെയ്തതെന്ന് മാത്രമേ ഇത്തരം വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ.